ഗായകനെന്ന് പറയാനാണ് എനിക്കിഷ്ടം. പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണമെന്ന്. ഇവരുടെ നൃത്തം വളരെ ഗംഭീരമായിരുന്നു. പക്ഷെ അതിലൊരു മെസ്സേജിന്റെ കുറവുണ്ടായിരുന്നു. നൃത്തത്തിൽ എവിടാ സാർ മെസ്സേജ്? അതൊന്നും എനിക്കറിയില്ല. ഞാൻ എവിടെ ഉണ്ടോ അവിടെ ഒരു മെസ്സേജ് ഉണ്ടായിരിക്കണം. അല്ല സാർ ഒരു കാര്യം ചോദിച്ചിട്ട് അപ്പൊ ഇവരിപ്പോ നൃത്തം കളിച്ചത് ശരിയായില്ല എന്നാണോ സാറ് പറഞ്ഞു തന്നെ? നൃത്തം വളരെ ഗംഭീരമായിരുന്നു. പക്ഷെ ഓരോരുത്തരെ എടുത്തു നോക്കിയാൽ പരമ ബോറായിരുന്നു. പിന്നെ എന്റെ പാട്ടുള്ളത് കൊണ്ട് ഇവരുടെ നൃത്തത്തിൽ പറ്റിയ അപാകതകൾ അറിഞ്ഞിരുന്നില്ല. എന്താ സാർ ഞങ്ങളെ കുട്ടികൾ നന്നായിട്ട് കളിച്ചല്ല. 6 പേർക്ക് മൊത്തം എത്ര മാർക്ക് കൊടുക്കുന്നു? ഇപ്പം മൊത്തത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഡാൻസേഴ്സിനെ കിട്ടാത്തത് കൊണ്ടും എനിക്ക് വേറെ ഫ്ലോർ കിട്ടാത്തത് കൊണ്ടും ഇതുപോലൊരു പരിപാടി എനിക്ക് അവതരിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടും 50 ഔട്ട് ഓഫ് 100. മാർക്കോ ഇത്രയും നേരം ഇവിടെ നിന്ന് കളിച്ചതിനോ? അതൊന്നും പറ്റില്ല, ഞങ്ങള് പോവാ. പോവാ. എന്തെങ്കിലും കൂട്ടിക്കോട്ടെ സാറേ. നിങ്ങൾക്ക് ഞാൻ 100 മാർക്ക് തരാം. അങ്ങനെ ചോദിച്ചു മേടിക്കണം. പക്ഷെ എന്റെ ഒരു പാട്ട് കേൾക്കണം. വേണ്ട സാർ, 50 മാർക്കും കൂടി സാർ എടുത്തോളൂ. ഞാനിപ്പോ ഇവിടെ വന്നത് സംഗീതത്തെ കുറിച്ച് നിങ്ങൾക്കൊരു അവബോധം ഉണ്ടാക്കാനാണ്. അയ്യോ, ഒരു ബോധമില്ലാത്ത സാറ് പഠിപ്പിച്ചത് ഞങ്ങൾക്ക് എങ്ങനെ അവബോധം ഉണ്ടാവാനാ? അല്ല സാർ, ഇത്ര വയസ്സ് മുതൽ പാടി തുടങ്ങി? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പൊ ഓർമ്മയും ശരിയല്ലേ? അതല്ല, ഗർഭപാത്രത്തിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് പാട്ട് പാടുന്നത്. ആ പാട്ട് ഹം തും ഏക് കമരേ മേ ബന്ധു ഹോ. സാറിന്റെ സംഗീതത്തിലെ ഗുരു ആരാ സാറ്? നല്ല മെസ്സേജ് ഉള്ള ചോദ്യമാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വീണ്ടും ഓർമ്മ പോയാ ഗോവിന്ദരാജ ഭാഗവതരാണ് എന്റെ യഥാർത്ഥ ഗുരു. വർഷങ്ങളോളം അദ്ദേഹത്തിന്റെ കീഴിൽ കിടന്ന് ഞാൻ സംഗീതം പഠിച്ച് അദ്ദേഹം ഇപ്പൊ എന്റെ ശിഷ്യനായി. പുള്ളിയുടെ അവസ്ഥ എന്താ? ഇപ്പൊ പുള്ളി എന്റെ കീബോർഡ്, തമ്പുരു തുടങ്ങിയ സാധനങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നു. അല്ല മാഷിന് ഏത് തരത്തിലുള്ള പാട്ടുകളോടാണ് കൂടുതൽ താല്പര്യം? നല്ല ഒരു മൈക്കും നല്ലൊരു ബോക്സും ഉണ്ടെങ്കിൽ ഞാൻ ഏത് തരത്തിലുള്ള പാട്ടും പാടും. ഉദാഹരണത്തിന് ഒരു പാട്ട് പാടിത്തരൂ, ഞാൻ പാടിത്തരാം. ഈ പാട്ട് ഇങ്ങനെയാണോ പാടുന്നത്? എന്തിനാണ് ഇത്ര താത്തി പാടുന്നത്? അങ്ങനെയല്ല. വികാര നൗകയുമായി
തിരമാലകൾ അങ്ങനെ പാടണം ആ പാട്ട്. ഇനി പൊക്കി പാടിക്കഴിഞ്ഞാൽ ഞരമ്പ് പൊട്ടിത്തെറിച്ച് ഞങ്ങൾ ചത്തുപോകും. ആ, പിന്നെ ഇതിന്റെ പരിപാടി അവതരിപ്പിക്കുന്ന കുട്ടിയോട് എനിക്ക് നല്ല ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. നല്ല മേക്കപ്പ് ആണെങ്കിൽ കോസ്റ്റ്യൂം വളരെ ബോറായി, മൊത്തത്തിൽ പറഞ്ഞ ഒരു വകയ്ക്ക് കൊള്ളില്ല. ഇങ്ങനെയാണ് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെ? അത് ഞാൻ കാണിച്ചു തരാം. സാറേ അങ്ങനെയൊന്നും പറയല്ലോ, ഒരുപാട് ആരാധകരുള്ള ഒരുപാട് ആരാധകർ. എത്ര ആരാധകരുണ്ടെങ്കിലും ഒരു പരിപാടി അവതരിപ്പിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു ആ, തരാം. എന്നാ സാറൊന്ന് കാണിച്ചു. സാറ് കാണിച്ചു. സാർ കാണിച്ചിട്ട് പോ സാറേ. സാറേ കാണിക്കാൻ പോട് ഓ ഞാൻ വിചാരിച്ചു പിണങ്ങി പോവാ. ഞാനും അതാണ് വിചാരിച്ചത്. കണ്ട് പഠിച്ചോണം, അവസാനം കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറയരുത്. ലക്ഷ്മി സാറേ പെട്ടെന്ന് പറഞ്ഞേ. മാന്യ പ്രേക്ഷകർക്ക് സ്റ്റാർ മാജിക്കിലേക്ക് സ്വാഗതം. मेरे सपनों की रानी तब आएगी तो आए रुक मत रानी तब आएगी तो आए रुक मत रानी तब आएगी तो चलिया दूर चलिया. ചളി തന്നെ മൊത്തം ചളി ചളിയാ ഇത് മൊത്തം ചളിയാ. ആര് നിലത്തടിക്കും. ഞാൻ ഇങ്ങനെ അവതരിപ്പിക്കാൻ ശ്രമിക്കാൻ സർ. സന്തോഷം, നന്ദി. ടോപ്പ് സിംഗർ അല്ല പരിപാടി, ഇത് സ്റ്റാർ മാജിക് ആണ്. ഈ പാട്ട് അടിപൊളി സാർ, അടിപൊളി. Thank you, സുനിച്ചേട്ടാ. Throughout ഇത്രയും നേരം ഒരു ക്യാരക്ടർ ഇങ്ങനെ വിടാതെ നിന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ സുധിച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം സുധീരൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ ജഗദീഷ് അത് സുധിച്ചേട്ടാ എത്ര വർഷമായി ഇപ്പൊ ജഗദീഷ് സാറിന് അദ്ദേഹത്തെ പറയരുത്, പ്രായം പുറത്തു ഒരു വളിയാ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എത്ര വർഷമായി സുധിച്ചേട്ടാ? 10-15 വർഷമായിട്ടുണ്ട്. 15 വർഷമായി. ഗ്രേറ്റ്. ഞാൻ ഫീൽഡിൽ വന്നിട്ട് 22 വർഷമായി. എന്റെ ഗുരുവാണ് ഇദ്ദേഹം. ഇദ്ദേഹം അന്നേ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സീരിയസ്ലി ഞാൻ അന്നേ കണ്ടിട്ടുണ്ട്. ചില സത്യം എന്റെ മാത്രമേ ഗുരുവാണ് അദ്ദേഹം. സിമ്പിൾ ചോദ്യം, ഈ ഫീൽഡിൽ വന്നിട്ട് എത്ര വർഷമായി? അതാണ് ചോദിക്കേണ്ടത്. അത് ചോദിക്കും. ക്യാമറ അന്നാണ്, നുണ പറയാൻ പാടില്ല, കൊള്ളയും പിടിക്കും. ക്യാമറ എന്നാന്ന് പറയല്ല, പുള്ളി ഒടിച്ച് തിന്നും. അടിമാലി എത്ര വർഷമായിടാ? അടിമാലി എത്ര വർഷം? അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. ആ ചോദ്യം അല്ല, ആ ടൈമിലൊക്കെ ഞാനും ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഓർമ്മ പോയാ? 10-25 വർഷത്തിന് മേളിലായി. ഓ അപ്പൊ സുധിച്ചേട്ടൻ മാത്രല്ല ഈ പെർഫോമൻസ് കളറാക്കാനായിട്ട് നമ്മുടെ ഗേൾസും കട്ടയ്ക്ക് കൂടെ ഉണ്ടായിരുന്നു അല്ലേ? ഒരു വലിയ ലക്ഷ്മി കൈയടി കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം, സുരാജേട്ടന്റെ സീനിയറാണ്. ആഹാ. 5 വർഷം കൂടെ കൂടുതൽ വരും. സുരാജേട്ടന് ഞാനൊരു കാര്യം പറഞ്ഞു. ഞാൻ ഡിസ്കവറിയിൽ വന്ന് സുരാന്റെ പ്രോഗ്രാം കാണാൻ പോകുന്ന സമയത്ത് പുള്ളിയെ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട് സുരാണ് സ്റ്റേജിൽ. അന്നേ സമയത്തിന് വരത്തില്ലായിരുന്നു. അല്ല, ഞാൻ എന്റെ ഫസ്റ്റ് പ്രൊഫഷണൽ ട്രൂപ്പില്, മാഗ്നറ്റ് എന്ന ട്രൂപ്പില് എനിക്കൊരു അവസരം കിട്ടി. അങ്ങനെ അശോകന്റെ ഫെയർ ചെയ്യുന്ന സമയം. അങ്ങനെ ഞാൻ സത്യം സുധീർണന്റെ ഫോട്ടോ ഒക്കെ വലുതായിട്ട് വെച്ചിട്ടുണ്ട്. അന്ന് ഞാൻ സുധീറിനെ വെയിറ്റ് ചെയ്തു. സുധീറിനെ ഉറക്കൊഴിഞ്ഞ് സത്യം ഞാൻ കാത്തിരുന്നു സുധീറിനെ കാണാൻ. Hats off to you, സുധിച്ചേട്ടാ. അത് കാത്തിരുന്നല്ല, അത് ചെയിൻ പ്രോഗ്രാം അല്ലായിരുന്നു, ഉറങ്ങിപ്പോയതാന്ന്. ഏകദേശം ഡിസ്കവറി എന്ന് പറഞ്ഞ സന്ധിയില് ഞാൻ സുരാജുമായിട്ട് ഒരുമിച്ച് കുറെ വർഷം സുരാജ് മഞ്ഞാറമ്മൂട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നത്. എവിടെയോ പറഞ്ഞു കേൾക്കേ വായിച്ചു കേൾക്കുന്നുണ്ടായിട്ടുണ്ട്. അതായത് സുധിച്ചേട്ടന്റെ പ്രോഗ്രാം കാണാൻ, പെർഫോമൻസ് കാണാനായിട്ട് നമ്മുടെ സുരാജ് മഞ്ഞാറമ്മൂട് അദ്ദേഹം സ്ഥലം പിടിച്ചിരുന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണോ? അന്ന് സുരേഷ് ഗോപിയൊക്കെ അണിയിരിക്കുന്നത് ചേട്ടൻ. കാരണം എല്ലാവരും ആ സമയത്തൊക്കെ ഓർമ്മയുണ്ടോ ഈ മുഖം എന്നൊക്കെയുള്ള ഡയലോഗ്സ് പറയുമ്പോൾ സുധിച്ചേട്ടനകത്തുള്ള വ്യത്യസ്തമായിട്ടുള്ള വേറെ സിനിമകളിലെ ഡയലോഗ്സുകളൊക്കെ സെലക്ട് ചെയ്ത് പറയുന്ന അല്ലേ? നമ്മുടെ ഈ ആറ്റുകാൽ പൊങ്കാല സമയത്ത് അടുപ്പിച്ചടുപ്പിച്ച സ്റ്റേജിൽ ഓരോ സ്റ്റേജിലും ഓരോ ഷോയാണ്. അങ്ങനെ അരിസ്റ്റോ ജംഗ്ഷനിൽ ഞങ്ങളുടെ ഷോ നടക്കുന്ന സമയത്ത് സുരാജ് എൻ്റെ പ്രോഗ്രാം കാണാൻ, എൻ്റെ പെർഫോമൻസ് കാണാൻ വേണ്ടി മാത്രം വന്നു നിന്നിട്ടുണ്ട്. സ്ഥലം ഇങ്ങനെ റിസർവ് ചെയ്ത് പിടിച്ചിരിക്കും അല്ലേ? ഭയങ്കര സന്തോഷമുള്ള ഒരു കാലം. ഇന്നുള്ള വലിയ വലിയ താരങ്ങളൊക്കെ ആ ഒരു സമയത്ത് മിമിക്രി വേദികളിൽ നിന്ന് പ്രോഗ്രാം കളിച്ചുകൊണ്ടിരുന്നത്. വർഷങ്ങളായി ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെ വളർന്നു വന്ന ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ. ഞാനും സുധീരനും മിന്നന്താരം എന്ന ഷോ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം പോകുന്ന സമയത്ത് എൻ്റെ സുധീറിൻ്റെ കയ്യിൽ സത്യം എന്ന ബസ്സൂലിക്ക് പൈസ ഇല്ലായിരുന്നു. സീരിയസ്ലി. അങ്ങനെ ഞങ്ങൾ തമ്പാനൂർ പൈസയില്ലാതെ നിൽക്കുന്ന സമയത്ത് ടയർ എറണാകുളത്ത് എന്തിൻ്റെ പഴയ ഉപയോഗിച്ച ടയർ കൊണ്ടുപോകുന്ന ഒരു ലോറിയിൽ അന്ന് സുധീറിൻ്റെ മകൻ കയ്യിലുണ്ടായിരുന്നു. ആ മകനെ കിളിയുടെ കയ്യിൽ കൊടുത്തിട്ട്, അതിനകത്തിരിക്കാൻ സ്ഥലമില്ല, വണ്ടിയുടെ കിളിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ സുധീറിനെ ടയറിൻ്റെ മേളിൽ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ ആടിയാണ് ഞങ്ങൾ എറണാകുളത്ത് വന്നത്. സീരിയസ്ലി നടന്ന സംഭവം. പക്ഷെ ഞങ്ങൾ വന്ന് ആ കഷ്ടപ്പാടിനെ എനിക്കും സുധീറിനും ഫസ്റ്റ് കിട്ടിയത്. ശരിക്കും
ലൈഫിൽ എല്ലാവരും അതായത് എത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് ഒരു ഉയർച്ചയിലേക്ക് നമ്മൾ എത്തുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടാവുന്ന സുധിച്ചേട്ടൻ്റെ ഈ ഒരു ലൈഫ് തന്നെ ഹാർഡ് വർക്ക് തന്നെ പറഞ്ഞിരിക്കുക. സുധിച്ചേട്ടൻ എന്തൊക്കെയോ കൂടെ നമ്മുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുണ്ട്. എന്റെ കുഞ്ഞിനെ കൊണ്ട് രാഹുൽ കൊണ്ട് ഇഷ്ടംപോലെ വേദികളിൽ പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് പോയിട്ടുണ്ട്. അന്ന് സുധിച്ചേട്ടനും വാവയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? സുധിച്ചേട്ടനാണ് മോനെ. ഒരുപാട് വേദികളിൽ സ്റ്റേജിൻ്റെ ബാക്കിൽ കുഞ്ഞിനെ കടത്തി ഉറക്കിയിട്ട് ഞാൻ സ്റ്റേജിൽ സ്കിറ്റ് കളിച്ചിട്ടുണ്ട്. ആ സ്കിറ്റ് കളിക്കുമ്പോഴേ എനിക്ക് പേടിയാണ്, കുഞ്ഞെണ്ണിക്കുന്നുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടായിട്ടും ജനങ്ങളെ ചിരിപ്പിക്കായിരുന്നു അവിടെ സ്റ്റേജിൽ നിന്ന്. അപ്പോൾ എനിക്ക് രണ്ടാമതൊരു കുട്ടിയായി, വൈഫ് രേണു. ദൈവം എന്നെ ഇവിടം വരെ എത്തിച്ചു, എന്നെ നശിപ്പിച്ചില്ല. നല്ലൊരു മനസ്സുള്ളത് കൊണ്ടാണ് പിന്നെയും അതിന്ന് നമുക്ക് പിടിച്ചു കയറാൻ പറ്റുക അല്ലേ? തീർച്ചയായിട്ടും ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു, എന്നെ വളർത്തി ഇതുവരെ ആക്കിയ. പിന്നെ ഇതിൻ്റെ ഈ ഷോ ഡയറക്ടർ അനൂപ്, പുള്ളി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എന്നെ ഇവിടം വരെ എത്തിച്ചതിൽ ഒരു പങ്ക് പുള്ളിക്കുണ്ട്. ഒരുപാട് നന്ദി എല്ലാവരോടും. പിന്നെ ആരുമായിട്ടും പിണങ്ങിയിട്ടില്ല. എൻ്റെ കൂടെയുള്ള എല്ലാ സുഹൃത്തുക്കളും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ സ്റ്റേജിൽ സ്കിറ്റ് കളിക്കുമ്പോൾ അസീസ് എൻ്റെ മോനെ കയ്യിൽ വെച്ചിട്ടുണ്ടല്ലടാ. ഞാൻ സ്റ്റേജിൽ നിന്ന് സ്കിറ്റ് കളിക്കുമ്പോൾ അസീസ് ബാക്കിൽ എൻ്റെ കുഞ്ഞിനെ ഉറക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നു വന്നതാണ്. ദൈവത്തിന് ഒരുപാട് നന്ദി. അന്ന് അത്രയും സ്ട്രഗിൾ ചെയ്തെങ്കിലും ഇപ്പൊ ചേട്ടനെ പൊന്നു പോലെ നോക്കാനായിട്ട് നല്ലൊരു വൈഫും ഇപ്പൊ 2 മക്കളാണ്. രേണു, ഋതുൽ, രാഹുൽ 3 പേര്. സന്തോഷം, സുഖം. ശരിക്കും സ്ക്രീനിൽ 1 മണിക്കൂർ 1 മണിക്കൂറൊക്കെ നിങ്ങൾ എല്ലാവരെയും കാണുന്നുണ്ട്. എസ്പെഷ്യലി സുധിച്ചേട്ടനെ എത്ര സ്ഥലങ്ങളിൽ പോകുമ്പോഴാണെന്നറിയോ സുധിച്ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഒരുപാട് പേര് പറയാറുണ്ട്. സോ നിങ്ങൾ ഇത്രയും നാളും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനൊരു ബാക്ക് സ്റ്റോറി ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത്രയും കഷ്ടപ്പാടിൽ നിന്നാണ്, അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു സുധി കൊല്ലം സുധിയായി നിങ്ങളുടെ എല്ലാവരുടെയും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് മാറിയത്. ശരിക്കും ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന മിമിക്രി ആർട്ടിസ്റ്റുകളിൽ വെച്ചിട്ടും ഈ ഫ്ലോറിലെയും ഏറ്റവും ഒരു സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റ് ആണ് ശരിക്കും നമ്മുടെ സുധിച്ചേട്ടൻ. അദ്ദേഹത്തിന് ഒരു വലിയ ഈ ഒരു സമയത്ത് നമ്മൾ എല്ലാവരും ഇദ്ദേഹത്തിന് ഒരു റെസ്പെക്ട് എന്നുള്ള രീതിയിൽ ഒരു സ്റ്റാൻഡിംഗ് ഒവേഷൻ ആണ് കൊടുക്കുന്നത്. പ്ലീസ്. ആദ്യമായിട്ട് വേദിയിൽ പെർഫോം ചെയ്തത് ആരെയായിരുന്നു ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് ഞാൻ ചെയ്യണത് ജഗദീഷ് ചേട്ടൻ്റെ തന്നെയാണെന്നാണ്. ഏകദേശം എത്രയോളം സിനിമകൾ ചെയ്തിട്ടുണ്ടായിരിക്കും ഇപ്പോ? ഞാൻ ഒരു 30ഓളം പടം ചെയ്തു. 30ഓളം പടം ചെയ്തു. ഇപ്പൊ സ്റ്റാർ മാജിക്കിൽ വന്നിരിക്കുമ്പോ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? സ്റ്റാർ മാജിക് വന്നതിന് ശേഷം മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. കേക്കട്ടെ ആ മാറ്റം. ടമാർപ്പടാറ് തുടങ്ങി സ്റ്റാർ മാജിക് ഇത്രയും വർഷത്തിനിടയ്ക്കിൽ ഒരു കൊച്ചുകുട്ടി കണ്ടാൽ പോലും ഇതേ കൊല്ലം സ്തുതി വങ്കിൾ എന്ന് പറഞ്ഞിട്ട് ഓടി വരും. എത്ര പ്രായമുള്ളവരാണേലും ശരി ഉടനെ എന്നെ നോക്കണ്ട. പിന്നെ ഒരുപാട് ഫാൻസ് അസോസിയേഷൻ, എൻ്റെ പേരിൽ കൊല്ലം സ്തുതി ഫാൻസ് അസോസിയേഷൻ ഇന്ന് ഏകദേശം 30K മെമ്പേഴ്സ് ഉള്ള ഓൾ കേരള ലെവൽ വരെയായി. ഒരുപാട് സന്തോഷം. ടെലിവിഷൻ ചരിത്രത്തില് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു റിയാലിറ്റി ഷോ, ഒരു ഗെയിം ഷോ ഇത്രയും വർഷങ്ങൾ 3 വർഷങ്ങൾ പിന്നിട്ടു. ഒരു കാര്യം നമ്മളൊന്ന് പിന്നോട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് ചാനൽസ് സ്റ്റാർട്ട് ചെയ്ത് അതേപടിയിൽ ഇട്ടാക്കി മടക്കിയ നമ്മുടെ ഷോ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിൽ ആദ്യമായിട്ട് വലതുകാലെടുത്ത് ഈ ഫ്ലോറിൽ വെച്ചത് നമ്മുടെ സുധിച്ചേട്ടനാണ്. നമ്മുടെ ഈ ഒരു ഷോ തുടക്കം കുറിച്ച് സുധിയണ്ണൻ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് പുള്ളി എന്നെ സ്കിറ്റിൽ ചേർക്കില്ല. കാരണം ഞാൻ സുധിയണ്ണനായിട്ട് വഴക്ക് പറഞ്ഞു. കാരണം എനിക്ക് പുള്ളിയുടെ കൂടെ കോമ്പിനേഷൻ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നീടാണ് അറിഞ്ഞത്. കാരണം കൈക്കുഞ്ഞായിരിക്കുമ്പോൾ, സത്യം പറഞ്ഞാൽ കൈക്കുഞ്ഞായിരിക്കുമ്പോഴാണ് മോനെയും കൊണ്ടുവരുന്നത്. മാത്രമായിട്ടുള്ള ഒരു ലൈഫായിരുന്നു ആ ഒരു സമയത്ത്. ആ ഒരു ഇൻസിഡന്റ് ആണ്. സുധീന എൻ്റെ അടുത്ത് മാറ്റി നിർത്തിയിട്ട് കൊല്ലം ഒരു സ്റ്റേജിന് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്, എൻ്റെ മോനെ നോക്കിക്കോണമെന്ന് പറഞ്ഞു. ഞാൻ വെച്ച് പുറകിലിരിക്കും. പുള്ളി സ്കിറ്റ് കഴിഞ്ഞ് നേരെ പുറകിൽ വരുമ്പോൾ ഞാൻ കയ്യിൽ കൊടുക്കും. ഏതോ ഒരു സ്റ്റേജിൽ നമ്മൾ രണ്ടുപേരും ഒരു സ്റ്റേജിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കൊണ്ട് ആർക്കും കൊടുക്കാനും വയ്യ. എല്ലാവരും സ്റ്റേജിൽ ഓരോ ജോലിയായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ നമ്മുടെ ഈ ടൈറ്റിൽ ഈ സിംഹത്തിൻ്റെ ഒക്കെ ഒരു ഇതുണ്ട് സ്പോഞ്ചിലുണ്ടാക്കുന്നത്. ഞാൻ അതിനകത്ത് അവനെ കിടത്തി. എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, മോൻ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ പുറകിലുണ്ടെന്നാന്ന് പറഞ്ഞു. നട്ടും പുള്ളി അവിടെ കിടന്ന് കോമഡി കേൾക്കുക. അതിനുശേഷം വളർന്ന് അവൻ നമുക്ക് 2 പ്രോഗ്രാമുള്ള സമയത്തും
മകൻ കർട്ടൻ പിടിച്ചുകൊണ്ടിരിക്കും. ഈ കർട്ടൻ എന്ന് പറഞ്ഞാൽ അനങ്ങത്തില്ല, ഇതുപോലെ സ്റ്റഡി ആയിട്ട് നിൽക്കും നമ്മളെ ഈ പിക്ചർ. അവൻ കർട്ടൻ പിടിച്ചുകൊണ്ടിരിക്കും രാത്രി 1 മണി 2 മണിക്ക്. മകൻ പ്രോഗ്രാം കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞ എൻ്റെ വീട്ടിൽ പോകില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു സുധേൻ. അങ്ങനെയാണെങ്കിൽ എന്നെ ഈ ടീമിൽ നിന്ന് പോലും എന്നെ ഈ മിന്നന്താരം എന്ന പ്രോഗ്രാമിൽ എന്നെ വിളിച്ചോണ്ട് പോയത്. സ്നേഹം കൊണ്ട് വാരി മൂടണ ഒരു മനസ്സാണ് കേട്ടോ. ഒരു ബ്രേക്ക് പറഞ്ഞാൽ ചേട്ടൻ വേഗം വിളിക്കുക ചേട്ടന്റെ വൈഫിനെയും മക്കളെയൊക്കെയാണ്. എന്നിട്ട് ചോദിക്കും, വീഡിയോ കോളിൽ വരും. ഇപ്പൊ ഒരു കുഞ്ഞു ആവേണ്ട മോന് ഇപ്പൊ എത്ര വയസ്സായി? 1 വയസ്സ് കഴിഞ്ഞു. 1 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എപ്പോഴും വീഡിയോ കോളിൽ വാവ വരും, രാഹുലിനെ വിളിക്കും. അങ്ങനെയാണ്. അത്രയും നല്ലൊരു ഫാമിലി മാനും കൂടെയാണ് നമ്മുടെ സുധിച്ചേട്ടൻ എന്ന് വേണം പറയാൻ. അന്ന് ലൈഫ് ഒരുപാടിട്ട് ബുദ്ധിമുട്ടിച്ചെങ്കിൽ ഇന്ന് സ്നേഹം കൊണ്ട് മൂടാനായിട്ട് ഒരു ഭാര്യയും 2 മക്കളുമായി ചേട്ടനല്ലേ. ചിരഞ്ജീവിയും പുള്ളി ഒരുപോലെയാ. ഞാൻ പുള്ളിനെ അന്ന് കണ്ട പോലെ തന്നെ ഇപ്പോഴും പുള്ളി ഇരിക്കണം. അല്ല സത്യം. അത് സുധികളിക്ക് അളിയനും ഒരു മാറ്റവും വരില്ല. നമ്മുടെ ഈ ഷോന്റെ ഭാഗമായിട്ട് തുടക്കം കുറിച്ചു. ഇപ്പൊ ഗംഭീരമായിട്ട് നമ്മുടെ ഈ ഒരു ഷോന്റെ ചൈത്രയാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊന്നും നമ്മൾ നിർത്താൻ ഒരു പ്ലാനും ഇല്ല. സുധിച്ചേട്ടനും നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെ കട്ടൊക്കെ ഉണ്ടായിരിക്കും. സുധിച്ചേട്ടനാണ് നമ്മുടെ ഐശ്വര്യം കേട്ടോ. കട്ടൊക്കെ കൂടെ ഉണ്ടാവില്ലേ?